ബ്രിട്ടനെ മറികടന്ന് ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി. മോദിജിയുടെ 3ാമത്തെ ടേമിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗ്യാരണ്ടിയാണ് നമ്മൾ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും. ഇങ്ങനെ മുന്നേറുമ്പോഴും നമ്മൾ കാണുന്നത് മോദിജിയുടെ വീക്ഷണം സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. ഈ വീക്ഷണത്തിന്റെ ഭാഗമായി 140 കോടി ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന പ്രവൃത്തികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9.5 വർഷത്തിൽ 4 കോടി പുതിയ വീടുകളാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. 40 കോടിയോളം ടാപ്പ് വാട്ടർ കണക്ഷനുകൾ. ഇന്ന് ഇന്ത്യയിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറും UPയും ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയുമില്ല. ആയുഷ്മാൻ ഭാരത് കാർഡ് ഉപയോഗിക്കാത്ത ഒരു പാവപ്പെട്ടവനുമില്ല. ഇങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഡിസംബർ 11-ാം തീയതി പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്ത് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 9.5 വർഷം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ഇന്ത്യയിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെ എല്ലായിടത്തും നമ്മൾ വികസിത് ഭാരത് സങ്കല്പ് യാത്ര തുടങ്ങിയിട്ടുള്ളത്. ഇത് ഓരോ ഇന്ത്യൻ പൗരനും പ്രധാനമന്ത്രി മോദിജി ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവരെ വീട്ടിലേക്ക് എത്തിക്കാൻ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവരോട് പറയുന്നു. അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് ഇത് മാത്രം ചെയ്താൽ, അതായത് നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇന്ന് ഇന്ത്യയിലെ ഓരോ വീട്ടിലും മോദിജിയുടെ എന്തെങ്കിലും പദ്ധതികൾ, ഒന്നിലധികം പദ്ധതികൾ എല്ലാ വീട്ടിലും എത്തിയിട്ടുണ്ട്. അത് അറിയിക്കുക മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. കാര്യം അത് തന്നെ നമുക്ക് വിജയം ആക്കിയിരിക്കും. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണഘടനയിലുള്ള ഓരോ കാര്യങ്ങളും വളരെ അഭിമാനപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് തൊട്ട് രാമക്ഷേത്ര നിർമ്മാണം വരെ ഇനിയും പാർട്ടിയുടെ ഭരണഘടനയിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ അഭിമാനത്തോടു കൂടി തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ മുഖ്യ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി, കോൺഗ്രസ് പാർട്ടി ആയാലും ശരി, അവർക്ക് എല്ലാത്തിനെ കുറിച്ചും 2 മനസ്സാണ്. ഇന്ന് കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി പ്രീണന രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവർ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല. ഇവർ കേരളം ഭരിക്കുകയാണ്. ഇന്ന് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. ഇന്ന് ശബരിമലയിലെ ഓരോ തീർത്ഥാടകരെയും ഇന്ന് മലയാളികൾക്ക് അയോധ്യ പോലെ തന്നെ വളരെ പ്രിയപ്പെട്ട ശബരിമലയുടെ ഓരോ തീർത്ഥാടകരെ അവർ കന്നുകാലികളെ പോലെയാണ് അവരോട് പെരുമാറുന്നത്. എന്നിട്ട് അവർ പറയുന്നു, രാമക്ഷേത്രത്തിൽ നമ്മൾ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടി ഇന്നും 2 മനസ്സിലാണ്. കോൺഗ്രസ് പാർട്ടി അവർ ഇവിടെ പറയുന്നു, ഇവിടുത്തെ നേതാക്കൾ പറയുന്നു നമ്മൾ പങ്കെടുക്കുന്നില്ല, കേരള ഘടകം പങ്കെടുക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദേശീയ നേതൃത്വം ഇപ്പോൾ എന്ന് പോകണമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 2 മനസ്സിലാണ്. എല്ലാ കാര്യത്തിലും കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് 2 മനസ്സാണ്. പക്ഷെ അവർക്കും ഹമാസിനെ കുറിച്ച് സംസാരിക്കാൻ 2 മനസ്സില്ല. അപ്പൊ ഈ രാഷ്ട്രീയമെല്ലാം ഇന്ത്യൻ ജനത വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അതിന്റെ ഒരു താക്കീതാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മിസോറാമിലും തെലങ്കാനയിലും എല്ലാം നമ്മൾ കണ്ടത്. ഭാരതീയ ജനതാ പാർട്ടി എല്ലായിടത്തും 5 സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ ഏറ്റവും വലിയ നല്ല പെർഫോമൻസ് ആണ് നടത്തിയത്. 3 സംസ്ഥാനങ്ങൾ വളരെ മികച്ച രീതിയിൽ വിജയിച്ചു. ഇതിനെല്ലാം കാരണം മോദിജിക്ക് ഗ്യാരണ്ടി, ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ത് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടോ അത് വളരെ അഭിമാനപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് നമുക്കെതിരെ നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ, മാർക്സിസ്റ്റ് പാർട്ടി ആയാലും ശരി, കോൺഗ്രസ് പാർട്ടി ആയാലും ശരി, ഇവർ ഇന്ന് പ്രീണന രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് ജനവിരുദ്ധ പദ്ധതികൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇതിനുള്ള താക്കീത് നമ്മൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുക്കുന്നത് കണ്ടു. ഇനിയും ഇതിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ 2024-ൽ 2014-ലും 2019-ൽ കണ്ടതിനേക്കാൾ വലിയ പരാജയം ഇന്ത്യൻ ജനത ഇവർക്ക് കൊടുത്ത് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ഇവർ എറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ജയന്ത്, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ആര് മത്സരിക്കണം, ആര് മത്സരിക്കേണ്ട
എവിടെ മത്സരിക്കണം, എവിടെ മത്സരിക്കണ്ട, ഇതെല്ലാം തീരുമാനിക്കേണ്ടത് ശ്രീ നരേന്ദ്രമോദിജിയും ദേശീയ നേതൃത്വവും പാർട്ടി നേതൃത്വമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല. അതെല്ലാം കേന്ദ്ര നേതൃത്വവും പാർട്ടി നേതൃത്വവും ജനങ്ങളെ അറിയിക്കുന്നതാണ്. ഡിസംബർ 11-ാം തീയതി ഈ യാത്ര നമ്മൾ എല്ലായിടത്തും തുടങ്ങിയിട്ടുണ്ട്. നവംബർ 30-ാം തീയതി, നവംബർ 15-ാം തീയതി 2 ദിവസങ്ങളിലായിട്ട് പ്രധാനമന്ത്രി അതിനെ 2 ലെഗ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ ദിവസവും അത് നടക്കുന്നു. ജാനുവരി 26 മുതൽ ജാനുവരി 26 വരെ എല്ലാ ദിവസവും എല്ലാ ജില്ലയിലും നടക്കുന്നുണ്ട്.